ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വർക്ക് കണ്ടോ, ഇത് മിറർ വർക്കാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോണ വർക്കാണിത്. മിറർ വർക്ക് ചെയ്ത് പഠിച്ച മിറർ പലതരത്തിൽ കിട്ടും. ഇത് ചതുരത്തിനുള്ള മിററാണ്. പിന്നെ ഓട് കിട്ടും, പല വലിപ്പത്തിലും കിട്ടും, പല ഷേപ്പിലും മിറർ നമുക്ക് മേടിക്കാൻ കിട്ടും. അധികം വില പഴയ ചുരിദാർ നല്ല പുത്തൻ ലുക്കിലാക്കാം നമുക്ക്. മിറർ വർക്ക് പല രീതിയിലും ചെയ്യാം. നമ്മൾ ഇപ്പം എല്ലാവരും സാധാരണ ചെയ്യണ വർക്കാണിത്. ആ ഇത് നമുക്കൊന്ന് നോക്കാം. പിന്നെ പല രീതിയിൽ ചെയ്ത് നോക്കിയാലോ. ഇതാ മിറർ ഞാനിവിടെ ഒട്ടിച്ച് വെച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ. ഇത് ചതുരം മിററാണ്, പക്ഷെ ഞാൻ ഈ രൂപത്തിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിവിടെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഫാബ്രിക് ഗ്ലൂ നമുക്ക് മേടിക്കാൻ കിട്ടും. ചെയ്യാൻ പോണ സ്ഥലത്ത് ഈ ഗ്ലൂ ആക്കി കൊടുത്ത ശേഷം മിറർ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ച ഉടനെ വർക്ക് ചെയ്യരുത് കേട്ടോ. കുറച്ച് സമയം ഉണങ്ങാൻ കൊടുക്കണം, അല്ലെങ്കിൽ അത് കയ്യിൽ പോരും. അതിനുശേഷം നമ്മൾ നൂല് സാധാരണ സൂചിയിൽ കോർക്കുക നൂല്. അതിനുശേഷം നമുക്ക് ആദ്യം ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ രൂപത്തിൽ ചെയ്ത ശേഷമാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കണത്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് അറിയാത്തവർ നോക്കുക, വീഡിയോയിലുണ്ട്. ഇതിൽ ചെയ്യാവുന്ന ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കേട്ടോ. ഇതാ നമ്മളിത് ഈ ഒരു മിറർ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. താഴേക്ക് അതേ അളവിൽ തന്നെ താഴേക്ക് നമ്മൾ കുത്തിയിറക്കുക. കണ്ടോ? അതിനുശേഷം അടുത്ത മൂലയിലേക്ക് നിന്ന് കുത്തിയതിന് ശേഷം ഇപ്പുറത്തെ മൂലയിൽ കുത്തി ഇറക്കുക. അല്ലെങ്കിൽ ഒരു ഷേപ്പ് വരണം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ കുറച്ച് നീക്കിയ ശേഷം കേട്ടോ, നടുവിൽ വരരുതേ, നമ്മൾ മിറർ കാണില്ല. വീണ്ടും താഴേക്ക് ഇപ്പുറത്തെ താഴേക്ക് കുത്തിയിറക്കുക. കുത്തിയിറക്കണത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തിയിറക്കുക കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും ഇനി അടുത്ത ചെയ്യാത്തത് ഈ സൈഡാണല്ലോ, അവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇപ്പുറത്തെ സൈഡിലേക്ക് കണ്ട ഒരെണ്ണം ഒരു നൂല് മീതെ പോയി, ഒരെണ്ണം താഴെ കൂടെ പോകണം കേട്ടോ. അപ്പോൾ താഴേക്ക് കുത്തിയിറക്കുക. കണ്ടോ? അതുപോലെ വീണ്ടും ആവർത്തിക്കാം. ഈ സൈഡിൽ നിന്ന് തന്നെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കുത്തിയെടുത്തോ. അപ്പോൾ ചെയ്ത് വെച്ചതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ചെയ്യുക. താഴേക്ക് കുത്തിയിറക്കുക. താഴെ നിന്ന് ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇവിടേക്ക് കുത്തിയിറക്കുക കേട്ടോ. ഉള്ളിൽ കൂടെ നൂല് കടത്തിയ ശേഷം കുത്തിയിറക്കി ഇതാണ് കേട്ടോ. ഇവിടേക്ക് കുത്തിയിറക്കണം കേട്ടോ. ഇപ്പം എല്ലായിടത്തും 2 ലെയർ വന്നു. കണ്ടോ? അപ്പം ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. കണ്ടോ? ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഷേപ്പ് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കുത്തി എടുക്കുക. കറക്റ്റ് ഷേപ്പ് കിട്ടാനാണ് ഇങ്ങനെ കുത്തിയെടുത്ത ശേഷം ഇത് താഴേക്ക് കുത്തിയിറക്കുക. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടോ. കണ്ടോ? അതേ ഷേപ്പ് കറക്റ്റ് ഷേപ്പ് ആവാൻ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തന്നെയാണ് നമുക്ക് ഷേപ്പ് കിട്ടണമെന്ന് വേണമെങ്കിൽ താഴേക്കൊന്ന് കുത്തിയിറക്കിയ ശേഷം ഇങ്ങോട്ട് എടുക്കാം. ചെയ്യും. ഇനി എളുപ്പമാണ്.
ആദ്യം നമ്മൾ പഴയ ഒരു ടോപ്പിൽ ചെയ്ത് നോക്കുക. കഴുത്തിൽ വെറുതെ നിരനിരയായിട്ട് വെച്ചാൽ മതി കേട്ടോ. വെറുതെ. ഇനി അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ബൈ.